നമ്മളെ +1 NCERT സീരീസ് ചാലഞ്ച് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പ്രിൻ്റ് ഞാൻ എടുത്തത്. ഇതെങ്ങനെയാണ് അതിൻ്റെ സംഭവം എല്ലാം കാണിച്ചാൽ. ഇനിയിപ്പോൾ ഇതിപ്പം കെമിസ്ട്രിയിൽ 9 പാഠങ്ങളുണ്ട്. അതിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ചാപ്റ്റർ തീരുമ്പോൾ ഉണ്ടാവുന്ന ആ ക്വസ്റ്റ്യൻസാണ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൽ NCERT എക്സാമ്പിൾസ് വേറെ ഉണ്ട്. അതിലേറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ വേറൊരു സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ അയച്ചു തരും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. നിങ്ങളുടെ അടുത്തിലെ ഞാൻ പറഞ്ഞ അരിഹന്തിൻ്റെ ബുക്ക് അല്ലെങ്കിൽ എന്നാ പറയേണ്ടത്, മറ്റേ ഇതിൻ്റെ PDF സൊല്യൂഷന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇൻ്റർനെറ്റിൽ. അങ്ങനെ ഏത് വഴിക്കാണെങ്കിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു വരിക. ഇപ്പോൾ 36 ചോദ്യങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ആവറേജ് ഒരു 10 ക്വസ്റ്റ്യൻ പെർ ഡേ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ആണ്. അതിങ്ങനെ കൂട്ടവും കുറക്കലും ചെയ്യാം. അതിനാണ് കയറ്റി ഇതിപ്പോൾ 36ൻ്റെ ഒരു 4 ദിവസം, 40 ചോദ്യം 4 ദിവസം, 40 ചോദ്യം 4 ദിവസം, 22 ചോദ്യം 2 ദിവസം. അങ്ങനെയാണിത് എൻ്റെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇത് ഫിസിക്സിൻ്റെയും എത്ര 14 പാഠായിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര നമ്പർ ഓഫ് ഡേയ്സ് എടുക്കും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇത് 10 ചോദ്യം മിനിമം ചെയ്താലില്ല കണക്കായത്. ആ കണക്കിലാണ് ഞാൻ പോകുന്നത്. അതേപോലെ മാത്സിൻ്റെയും എത്ര പാഠമുണ്ട്, 13 14 പാഠായിട്ടുണ്ട്. അതിൻ്റെയും ക്വസ്റ്റ്യൻസ്, അതിൻ്റെയും നമ്പർ ഓഫ് ഡേയ്സ് ടു കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇതോരോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന കണക്ക്, ഇത് പ്രിൻ്റ് എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന കണക്കായിട്ട് ഇതിങ്ങനെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ബ്രെയിനിന് നല്ലൊരു ഫീലിംഗ് അത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സംഭവം എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് NCERT ക്വസ്റ്റ്യൻസ് കംപ്ലീഷൻ പ്രോഗ്രഷൻ ലിസ്റ്റ് ഡേറ്റ് വൈസ്. അതായത് ഇതിപ്പോൾ എന്നാ പറയേണ്ടത്, ഇപ്പോൾ ഒരു പാഠത്തിന് ഇപ്പോൾ 24 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ 2 ദിവസം എടുക്കുവാണെങ്കിൽ, അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ് അതായത് നാളെ 20/12/24 ഫ്രൈഡേ മുതൽ തുടങ്ങിയിട്ട് ഇത് എടുത്തം വരെ ഉണ്ട്. നിങ്ങളിത് മൊത്തം ഡേയ്സ് ഉപയോഗിക്കുവാണെങ്കിൽ എടുത്തം വരെ വരും 25. അതായത് അടുത്ത മാസം ഫെബ്രുവരി 2025 25th വരെ ഈ ചാലഞ്ച് ഇങ്ങനെ ഉണ്ടാവും. അതിലെന്തെല്ലാം ഉണ്ട്, നമ്മളിതാ ഇപ്പോൾ ഒരു പാഠം തീരാൻ എന്ന് പറയേണ്ടത് 2 ദിവസമാണെങ്കിൽ ഈ പറയുന്ന ഇതിപ്പോൾ ഈ ഫയർ ഇമോജി കാണിക്കുന്നതിൽ ഈ ഫയർ എഞ്ചിനെല്ലാം കാണിക്കുന്നത് ആ പാഠം അതോടുകൂടി തീർന്ന്. ഇപ്പോൾ സെറ്റ്സ് ഇവിടെയാണ് അത് വരുന്നതെങ്കിൽ 1 2 3 4 ദിവസം സെറ്റ്, ഇതോടുകൂടി സെറ്റ് തീർന്നു. നിങ്ങൾ 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. മോഷൻ തന്നെ സ്ട്രെയിറ്റ് ലൈനോ 2 ദിവസം മതി. മോഷൻ തന്നെ പ്ലെയിന് 3 ദിവസം, റെഡോക്സ് റിയാക്ഷൻസ് 3 ദിവസം. അതേപോലെ ഞാൻ സൂചിപ്പിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ അത് അടുത്തൊരു വീഡിയോയിൽ പറയാം, സമയമില്ലേ. അപ്പോൾ എന്താ ഇതിൽ ഓരോ എന്ന് പറയേണ്ടത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം, ലോസ് ഓഫ് മോഷൻ, ട്രിഗ്നോമെട്രി, അങ്ങനെ എന്ത് ചെയ്ത് എല്ലാം കവർ ചെയ്ത് എന്ന് പറയേണ്ടത് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽസ് തന്നെ ഞാനത് അടുത്ത ഇതിൽ പറയാം. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോയി നമ്മളെ 27/1/2007 27 ജനുവരിയോട് നിങ്ങൾ ഇതേ എന്താ പറയുക ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 27 ജനുവരിയോട് കൂടിയിട്ട് അടുത്ത മാസത്തോട് കൂടിയിട്ട് എന്താ ഫിസിക്സ് തീരും. വേവ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററോടുകൂടി ഫിസിക്സ് അതോടുകൂടി തീർന്ന്. ബാക്കിയുള്ള ദിവസങ്ങൾ യൂസ് ദിസ് ഡേ ടു കംപ്ലീറ്റ് പെൻഡിങ് ചാപ്റ്റേഴ്സ് ഓഫ് ഫിസിക്സ്. ബാക്കി എന്തെങ്കിലും ചാപ്റ്ററെല്ലാം പെൻഡിങ് എഴുതുന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നിങ്ങൾക്ക് ഒരു മാസത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ കെമിസ്ട്രി 10ാം തീയതി ഫെബ്രുവരി, കെമിസ്ട്രി നമ്മളെ +1 കുറച്ചും കൂടി അധികം ഉണ്ട്. അപ്പോൾ അതിന് 10ാം തീയതി കഴിയും ഹൈഡ്രോ കാർബൺസ്. അത് കഴിഞ്ഞിട്ട് യൂസ് ദിസ് ഡേ ടു കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഫിസിക്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും ദിവസം അതിനുവേണ്ടി കംപ്ലീറ്റ് ചെയ്യാം. നമ്മളെ മാത്സ് കുറച്ചും കൂടി നേരത്തെ കഴിയും, 7ാം തീയതി ഫെബ്രുവരിന് കഴിയും. അപ്പോൾ അതതിൻ്റെ സേവ് ചെയ്ത് പ്രോബബിലിറ്റിയോട് കൂടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ സാറ്റർഡേ സൺഡേ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്, സാറ്റർഡേ സൺഡേ അവിടെ എഴുതി കാണുന്നുണ്ടോ, ഇത് സൺഡേ ബയോളജി NCERT ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് പ്ലസ് ബയോളജി NCERT ക്വസ്റ്റ്യൻസ് പ്ലസ് മാത്സ് കോഡിംഗ് സെക്ഷൻ. നിങ്ങൾ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച എന്ത് ചെയ്യണം, ബയോളജി ടെക്സ്റ്റ് നിർബന്ധമായിട്ട് വായിക്കണം, അതൊരു മസ്റ്റാണ്. അതേപോലെ ബയോളജിത്തെ ക്വസ്റ്റ്യൻസും കൂടി അതിൽ ചെയ്ത് വരേണ്ടതുണ്ട്. ഈ ശനിയും ഞായർ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ അതിന് മാത്സത്തെ എന്നാൽ കുറച്ച് അധികം ദിവസം വേണ്ട ചാപ്റ്റേഴ്സിൻ്റെത് ഞാൻ സാറ്റർഡേ സൺഡേയിലെ കൊടുത്തില്ല. അപ്പോൾ സാറ്റർഡേ സൺഡേ കൂടുതൽ ടൈം കിട്ടുന്നതാണല്ലോ. അപ്പോൾ സാറ്റർഡേ സൺഡേ അതിന് വേണ്ടി ഉപയോഗിക്കുക. അതോടൊപ്പം ബയോളജി NCERT ടെക്സ്റ്റ് ബുക്കും വായിക്കും, NCERT ബയോളജി ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ +1 NCERT സീരീസ് ചാലഞ്ച് തയ്യാറാക്കി. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ മുതലാണ് നമ്മളെ ഇത് ചാലഞ്ച് തുടങ്ങുന്നത്. പിന്നെ എന്താണ് എൻ്റെ സ്ട്രാറ്റജി, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളൊരു ചെറിയൊരു കാര്യമാണ്. സ്ട്രാറ്റജി വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. അതായത് നിങ്ങൾ വെറുതെ റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം ഞാൻ പറയുന്ന സ്ട്രാറ്റജിയിൽ നീങ്ങി കഴിഞ്ഞാൽ, കാരണം NCERT ബുക്കിൻ്റെ ഒരു കുഴപ്പമാണ്, നമ്മൾ കറക്റ്റായ രീതിയിൽ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നം പറ്റും. അതായത് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ +1 കാറത് എന്താണ്, ഇതിപ്പോൾ കണ്ട ക്ലാസ് 11 ഇത് അരിഹന്തിൻ്റെ ബുക്കാണ് NCERT. ഇതേതോ കെമിസ്ട്രി ഒന്നും അല്ല, കെമിസ്ട്രി. അപ്പോൾ എന്താ
ഇതേപോലത്തെ ഒരു സൊല്യൂഷൻസ് ബുക്ക്. ഇതിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും NCERTൻ്റെ എന്താണ് സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഇങ്ങനത്തെ ഒരു ബുക്ക് വേണോ, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഇതിപ്പോൾ ബുക്ക് വാങ്ങാൻ എന്താണ് ഇതില്ലാത്ത ആൾക്കാർ, തൽക്കാലം പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മളെ ഗൂഗിളിൽ ഇപ്പോൾ ഞാനൊരു ഇപ്പോൾ നിങ്ങളുടെ ഏതാ പറയുക, ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ, NCERT സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ PDF ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒന്നിക്കൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബുക്ക് ചെറിയ പൈസ, ഇതിപ്പോൾ എത്ര, ഇത് 150 റുപ്യ. ഇതേപോലെ 2 ബുക്കും കൂടി ആകുമ്പോൾ ഒരു 500 റുപ്യേൻ്റെ അടുത്തുള്ളിൽ 3 ബുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒന്നിക്കൽ ഇത് വാങ്ങാം. ഇത് എന്താ പറയുക, ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് സാധനം, ഒരു PCM സെറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിലായാലും നമ്മളെ തലശ്ശേരി മഹിമ ബുക്സിലെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് എന്താ പറയുക, ഇപ്പോൾ 2 ബുക്ക് ഇതാ, ഇപ്പോൾ ഞാൻ ആടുന്ന് വാങ്ങിയ ബുക്ക് അത് നമ്മളെ മഹിമ ബുക്ക് എന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഇതെന്താ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ, ഇത് നമ്മളെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പാഠം അതിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ വേണോ, പിന്നെ അതിൽ നിന്ന് പറയുക സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങളിത് പ്രിൻ്റ് എടുത്തതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിപ്പോൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, ഇത് കഴിഞ്ഞാൽ എന്താ, ഇത് ചെയ്ത് തീർത്തതാണെങ്കിൽ ഇതിപ്പോൾ റെഡ് മഷി അല്ലെങ്കിൽ ഏതെങ്കിലും മഷി കൊണ്ട് എന്ത് ചെയ്യുക, ടിക്ക് ഇടുക. ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിന് ഒരു സൈക്കോളജിക്കൽ ഒരു അഡ്വാൻറ്റേജ്. അത് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ബ്രെയിനിനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു മോട്ടിവേഷനാണ് തരിക. അതൊരു കാര്യം, അത് ഒരു സൈക്കോളജി പരമായിട്ടുള്ളൊരു കാര്യം അത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ എനിക്കിപ്പോൾ പറയാനില്ലെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, ഇതിപ്പോൾ എത്ര നാളെ തുടങ്ങി 21, ഇതിപ്പോൾ എത്രാം തീയതി 24 നമ്മളത്തേക്ക് ബേസിക് കൺസെപ്റ്റ് ആയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കെമിസ്ട്രി ഫിസിക്സിൻ്റെ പോലത്തെ ചാപ്റ്റേഴ്സ് എല്ലാം പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ പെർ ഡേ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്ക് സൈഡിൽ വെച്ചിട്ട് എന്താ, ആ ബുക്ക് സൊല്യൂഷൻ നോക്കിയിട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ആ ഓർഡറിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. മാത്സിൻ്റെ കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാം, മാത്സിൻ്റെ ചില പാഠങ്ങളെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ടഫ് ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ട് നിങ്ങൾക്ക് വളരെ എന്താ പറയുക ടഫായിട്ട് തോന്നും. ഞാൻ കാര്യം പറയാലോ, നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ തുടങ്ങണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സൊല്യൂഷൻസ് ഇങ്ങനെ നോക്കിയിട്ട് പോലും എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യുക, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്കിപ്പ് അടിക്കുക. നിങ്ങൾ അയ്യോ അത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കിപ്പോൾ എക്സാമിന് അത് വന്നത് അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്തായാലും, പിന്നെ അത്രയും ലെവൽ കൂടിയ ചോദ്യങ്ങളൊന്നും എന്തായാലും ഈ പറയുന്ന എന്തെങ്കിലും വരില്ല, നമ്മളെ ബോർഡ് എക്സാമിനൊന്നും വരുന്നില്ല. കാരണം ചില ക്വസ്റ്റ്യൻസിൽ ഈ എൻട്രൻസ് ലെവൽ പഠിക്കുന്ന ആൾക്കാർക്ക്, ഞാനിപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്, എനിക്കത് എല്ലാ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല. അതിൽ ചില ചോദ്യങ്ങൾ അങ്ങനെയുണ്ട് ടോപ്പ് ലെവൽ. അത് നമ്മൾ എൻട്രൻസിന് നീറ്റെല്ലാം പോലത്തെ അങ്ങനത്തെ ഇതിന് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രം അതിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ പിന്നിലുള്ള ലോജിക്കെല്ലാം മനസ്സിലാവും. ചിലപ്പോൾ ഇങ്ങൾക്കത് കത്താണെന്നില്ല. മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, അങ്ങനത്തെ ഈ 3 വിഷയത്തിൽ ഏത് നിങ്ങൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ്റെ മുന്നിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നേരെ അത് സ്കിപ്പ് അടിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് അടിച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത് നല്ല ഭയങ്കര ടഫ് പോകുന്നത് അത് സ്കിപ്പ് അടിക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് അടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ സ്മാർട്ടായിട്ട് നീങ്ങി കഴിഞ്ഞാൽ കാര്യം നടക്കും. അല്ലാണ്ട് ഒരു ക്വസ്റ്റിന് ഭയങ്കര ടഫാണ്, അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ മുകളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്നതിലാണ് ഒന്നും നടക്കില്ല. ഭയങ്കര ടഫാന്ന് തോന്നുവാണെങ്കിൽ സ്കിപ്പ് അടിക്കുക, എന്നിട്ട് പോവുക അടുത്തതിലേക്ക്. അതേപോലെ മാത്സിന് ഞാൻ കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ, മാത്സിന് അത്ര പ്രത്യേകത, ഒരേ ടൈപ്പിലെ ക്വസ്റ്റിന് കുറേ ക്വസ്റ്റിനുണ്ട് സെയിം പാറ്റേണിൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് മൊത്തം സെയിം പാറ്റേണിൽ എത്രക്കാരും ചോദ്യം ചെയ്യുന്നത് നിങ്ങളെ സമയമാണ് പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 എക്സാമ്പിൾ ചെയ്യുക. ആ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ, മനസ്സിലായി തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ അടുത്ത പാറ്റേണിലേക്ക് നീങ്ങുക. ഇപ്പോൾ ഞാനെന്താ പറയുക, നമ്മളെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ട്രിഗ്നോമെട്രിയിൽ, cos x = 1/2 ഫൈൻഡ് അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. അത് ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ 10 നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അന്നേരം അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ്, കുറേ സെയിം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ സ്മാർട്ടായിട്ട് കളിക്കണം എന്ന് പറയേണ്ടത്. എന്നാൽ നമ്മൾ ഈ പറയുന്ന സീരീസ് നമ്മളെ കൃത്യസമയത്തിന് എന്ത് ചെയ്യുന്നു. അന്നേരം എന്ത് ചെയ്യുക, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതേപോലെ കുറേ എണ്ണം കാണുന്നുണ്ട്. എന്ത് ചെയ്യുക, ഒരു 2-3 എണ്ണം ചെയ്യുക, ഒരു 4 എണ്ണം മേടിക്കുക ചെയ്തോ. എന്നിട്ട് എന്താണ്, ആ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞെന്ന് തോന്നുന്ന നിമിഷം നേരെ അടുത്തതിലേക്ക് വരിക, അടുത്ത ടോപ്പിക്കിലേക്ക് വരിക, അടുത്ത ടോപ്പിക്കിന് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അല്ലാണ്ട് അതന്നെ എന്നാ പറയുക, ഒരേ ടൈപ്പിലെ 10 ചോദ്യം ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടില്ല. പക്ഷേ 10 ചോദ്യം നിങ്ങൾ ചെയ്യുന്ന 10ഉം 10 രീതിക്കില്ല, 10ഉം 10 വെറൈറ്റി ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഞാൻ പറയുന്ന മാർക്ക്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളതിൽ കോണിക് സെക്ഷനൊക്കെ ഉണ്ട്. കോണിക് സെക്ഷനിൽ കുറച്ച് ടഫാണെന്നാണ് എനിക്കത് കണ്ടുവരുന്നത്. കോണിക് സെക്ഷൻ, സ്ട്രെയിറ്റ് ലൈന്,
ഭയങ്കര ടഫായാലും ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, നേരെ സ്കിപ്പ് അടിക്കുക. പിന്നെ എന്താണ്, ചില ചാപ്റ്റേഴ്സ് എല്ലാം ചിലപ്പോൾ നിങ്ങൾ ചെയ്താലും തീരാത്തുണ്ട്. ഇപ്പോൾ ഇക്വിലിബ്രിയം എന്നെല്ലാം പറയുന്ന 70 ചോദ്യമുണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ 70 ചോദ്യം തീർക്കാൻ പറ്റുന്നില്ല ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്, എൻ്റെ ഓൾറെഡി എല്ലാം കംപ്ലീറ്റഡാണ്. ഞാൻ പോലും ഇങ്ങനെ കിളിവാറിപ്പോൾ എൻ്റെ എന്താ പറയുക, ഇത് 70 ചോദ്യം ഒരു പാഠത്തിൽ, അതും കെമിസ്ട്രി പോലത്തെ ഒരു പാഠത്തിൽ 73 ടു ബി എക്സാക്ട് 73 ചോദ്യമുണ്ട്. ഒരാഴ്ച നിങ്ങൾ ഇതേപോലെ 10 ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്താലേ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും. അതിൽ തന്നെ ചിലപ്പോൾ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, തീരെ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് എൻട്രൻസ് ലെവൽ അല്ലേ പോലും എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് മനസ്സിലാവാത്ത ടൈപ്പ്. എല്ലാ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാത്തത് എൻട്രൻസ് ലെവലാണെന്നല്ല. ചില ചോദ്യങ്ങൾ എന്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ന് പറയേണ്ടത് ചിലപ്പോൾ ആ ലേണിങ്ങിൻ്റെ ഒരു ഇത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് സ്മാർട്ടായിട്ട് ചെയ്യുക. ഇക്വിലിബ്രിയം എനിക്കറിയില്ല, നിങ്ങൾ പരമാവധി ഞാൻ പറയേണ്ടത് ഇത്രക്കാരും കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ഇല്ലത് നിങ്ങൾ പരമാവധി പറ്റുന്നത്ര ചെയ്ത് തീർക്കുക. ഞാൻ മൊത്തം തീർക്കണം എന്നൊന്നും പറയുന്നില്ല. ചില പാഠങ്ങളല്ലോ ഇപ്പോൾ പക്ഷേ 2 ദിവസം എടുക്കുന്നില്ല, നിങ്ങൾ മൊത്തമായിട്ട് ചെയ്ത് തീർക്കണം. അതിൽ എനിക്ക് യാതൊരു രീതിയിൽ എക്സ്ക്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ആണ്, 80-90 ചോദ്യം കാണാൻ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പരമാവധി പറ്റുന്നത്ര ചെയ്യുക. അത് മതിയോ, അതന്നെ മാക്സിമം A+ അല്ലെങ്കിൽ എന്താ പറയുക ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ അതന്നെ മനസ്സിലായി. നിങ്ങൾ ഇതിൽ ഇപ്പോൾ ഒരു 80% തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. ഒരു 70-75% ചെയ്താൽ തന്നെ A+ ലെവലിലേക്കുള്ള മാർക്കിലെത്തി. 100% കംപ്ലീറ്റ് ചെയ്യാന്നല്ല പറയേണ്ടത്, നിങ്ങൾ വേറെ ലെവലായിരിക്കണം. നിങ്ങൾ ഓരോ ദിവസവും ഇരുന്ന് ചോദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അറിയേണ്ടത് ഇത് മൊത്തം തീർക്കാൻ പറ്റും. ഞാൻ പിന്നെ ഇതൊരു ചാലഞ്ചായിട്ട് വെക്കുക, നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഇത് മൊത്തം തീർക്കാൻ പറ്റുന്നില്ല നോക്കി. ഞാൻ പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അന്നേരം പറയാണ് വളരെ ടഫായിട്ട് തോന്നുന്നതും. പിന്നെ എന്ന് പറയേണ്ടത് കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പോൾ നിങ്ങളെ കൂടെ പരമാവധി ചെയ്യാൻ പറ്റുന്നത്ര ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു 80 ക്വസ്റ്റ്യൻസിൽ ഒരു 60 ചെയ്യാൻ പറ്റുന്നില്ല, അത് മതി. ഒരു 50 പറ്റുമെങ്കിൽ ഒരു 45 അത് മതി. അത് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത പാഠത്തിലേക്ക് കടക്കുക. തീരെ ഒരു മടുപ്പ് വരുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ നേരെ അടുത്ത പാഠത്തിലേക്ക് കടന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം വരും. ഞാൻ പറഞ്ഞപ്പോൾ 4 സ്ട്രാറ്റജീസ് ആലോചിക്കുക. ഒന്ന്, ഇതേപോലത്തെ ഒരു ബുക്ക് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് സൊല്യൂഷൻസ് കാരണം എവിടെയെങ്കിലുമൊക്കെ കിട്ടണം, എന്നാലേ ഐഡിയ കത്തും. ആദ്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടിട്ടില്ലെങ്കിൽ ചെയ്യാനാവില്ല. ഒന്നിക്കൽ ഇങ്ങനത്തെ ഒരു അരിയന്തിൻ്റെ ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അതിൻ്റെ സൊല്യൂഷൻ അടിച്ചു കഴിഞ്ഞാൽ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഭയങ്കര മാത്സ് പോലത്തെ സബ്ജക്ട്സിലല്ല, മാത്സ് ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏറ്റവും ഭയങ്കര ടഫ് എന്ന് തോന്നിക്കുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അത് സ്കിപ്പ് അടിച്ചാളുക, എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. മൂന്നാമത്തെ കാര്യം, മാത്സിലൊക്കെ ഒരേ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ 2-3 എക്സാമ്പിൾ ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുക, അടുത്ത ടോപ്പിക്ക്, 2-3 എക്സാമ്പിൾ ചെയ്യുക, അടുത്ത ടോപ്പിക്ക്, അങ്ങനെ വരും. അല്ലെങ്കിൽ നിങ്ങളിത് ഒരിക്കലും തീരൂല. നാലാമത്തത്, നിങ്ങളെ കൊണ്ട് പരമാവധി പറ്റുന്നത്ര, ഇപ്പം കുറേ ക്വസ്റ്റ്യൻസിൽ ഇല്ല വരുന്നത്, നിങ്ങളെ കൊണ്ട് പരമാവധി പറ്റുന്നത്ര ചെയ്യുക. ഒരു 90% ചെയ്താൽ തന്നെ മതി, ഇറ്റ്സ് ഇനഫ്, മോർ ദൻ ഇനഫ്. ഇപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഈ അപ്രോച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞ നീങ്ങി കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിപ്പോൾ എത്ര ദിവസമുണ്ട്, 25 ഫെബ്രുവരി ഒന്നും വേണ്ട, അതിന് മുൻപ് നിങ്ങൾക്ക് ഇത് വളരെ സുഖസുന്ദരമായിട്ട് തീർക്കാം. ഇതെന്താണ്, ഈ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തന്നിട്ട് പോവല്ല, അതിന് വ്യക്തമായിട്ട് സ്ട്രാറ്റജി പറയുന്നുണ്ട്. എങ്ങനെ നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഏടുന്ന ആൻസർ കിട്ടും, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ അതെങ്ങനെ ചെയ്യണം, ഒരേ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരേ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് വരണം, അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടെങ്കിൽ അതിനെന്താ സ്ട്രാറ്റജി, എല്ലാം വ്യക്തമായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇനി ചെയ്തു വരുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നാളെ മുതൽ ഈ ചാലഞ്ച് തുടങ്ങുവാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് ഏതായാലും ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്ട്രാറ്റജി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. സോ സീ യു ഇൻ ദ ചാലഞ്ച്.